ഗുഡ് ഈവനിംഗ് ട്രേഡേഴ്സ്, ഗുഡ് ഈവനിംഗ് ഇൻവെസ്റ്റേഴ്സ്. ഇത് സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. അങ്ങനെ 7 ദിവസം തുടർച്ചയായ റാലിയൊക്കെ നിഫ്റ്റിക്ക് ഇന്നലെ രേഖപ്പെടുത്താൻ പറ്റിയിരുന്നു. ഇന്നലെ നിഫ്റ്റിയും സെൻസെക്സ് എല്ലാം തന്നെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തപ്പോൾ ഫിനാൻഷ്യൽ കമ്പനീസിൽ മാത്രമാണ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടത്. എന്നാൽ ഇന്ന് എല്ലാ ഇൻഡെക്സും പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറി ആണ് ഉണ്ടായിരുന്നത്. സെൻസെക്സ് 315 പോയിന്റും അഥവാ 0.39% ക്ലോസ് രേഖപ്പെടുത്തി 79,801 സെൻസെക്സ് നിൽപ്പ്. ഇന്നലെ സെൻസെക്സ് എല്ലാം തന്നെ 80,000 മുകളിൽ ക്ലോസ് ചെയ്യാൻ പറ്റിയിരുന്നു. നിഫ്റ്റിയും 82 പോയിന്റ് ആണ് ഇന്ന് ഫോളോ ആയിട്ടുള്ളത്. ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. എസ്പെഷ്യലി ICICI ബാങ്കും HDFC ബാങ്ക് ഉൾപ്പെടെയുള്ള ഇൻഡെക്സ് ഹെവി വെയിറ്റ് ഫിനാൻഷ്യൽ കമ്പനീസിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ ഞാൻ അത്ര ആക്റ്റീവ് ആയിരുന്നില്ല. ഇന്ന് കൊച്ചിയിൽ വെച്ചിട്ട് ഷിവ്കേര യു ക്യാൻ വിൻ എന്ന് പറഞ്ഞ ബുക്കിന്റെ ഓതർ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു സ്പീച്ച് ഇന്നുണ്ടായിരുന്നു. ഒരു ഫുൾ ഡേ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയി അദ്ദേഹമായിട്ടൊക്കെ മീറ്റ് ചെയ്തു. ഒരുമിച്ചൊക്കെ ലഞ്ച് ചെയ്യാനൊക്കെ പറ്റി. ഫോട്ടോ നിങ്ങൾ കാണുന്നുണ്ട്. മാർക്കറ്റിൽ അത്ര ആക്റ്റീവ് ആയിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്നലെ നമുക്കറിയാം, കാശ്മീരിൽ നമ്മളുടെ ഇന്ത്യൻ സഹോദരങ്ങൾ കൊല്ലപ്പെട്ടു. അപ്പോൾ ആദ്യമായിട്ട് കൊല്ലപ്പെട്ട സഹോദരങ്ങൾക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നു. അപ്പോൾ ആളുകൾക്ക് പൊതുവായിട്ട് ഇത് മാർക്കറ്റിൽ ഇതൊരു പാനിക് സെല്ലിംഗ് ഉണ്ടാക്കുമോ എന്നുള്ള ഒരു കൺസേൺ ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. ഇന്നലെ ഒരുപാട് കമന്റ് ഒക്കെ കണ്ടിരുന്നു. ഇന്നലെ അത് റിയാക്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ഇന്ന് പാകിസ്ഥാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് PSX ഏകദേശം ഒരു 2% ഒരു ഫോൾ ഉണ്ടായി. അഥവാ 2500 പോയിന്റ് ഫോള് പാകിസ്ഥാൻ എക്സ്ചേഞ്ച് രേഖപ്പെടുത്തി. ഇന്ന് നമ്മളുടെ മാർക്കറ്റ് ഫോൾ ആയത് ഈ ഒരു ഫിയർ കാരണമൊന്നും ആയിരിക്കില്ല. കാരണം ഇവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്, സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ട്. പക്ഷെ ഇന്ത്യ ഇതിന് റിയാക്ട് ചെയ്തിരിക്കുന്ന രീതി എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഇൻഡസ് വാലി കരാറുകളിൽ ഭേദഗതികൾ വരുത്തി. കൂടാതെ നമ്മൾ അറ്റാർ ചെക്ക് പോസ്റ്റ് അത് ബന്ദ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ളൊരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള റെസ്പോൺസാണ് ആസ് ഓഫ് നൗ ഇന്ത്യ എടുത്തിരിക്കുന്നത്. എന്നാൽ പാകിസ്ഥാൻ ഈ ഒരു അവസരത്തിൽ അവരുടെ സർഫസ് ടു സർഫസ് മിസൈൽ ടെസ്റ്റ് ഇന്ന് അവർ പരീക്ഷിച്ചു. സഹീൻ 3 എന്ന് പറഞ്ഞ ഒരു മിസൈൽ പരീക്ഷിച്ചു. അപ്പോൾ അവർക്ക് ആ ഒരു ഫിയർ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇൻഡെക്സ് ഇന്ന് 2% ഒരു ഫോള് രേഖപ്പെടുത്തിയത്. എനിവേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ന് HUL ഒക്കെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. റിസൾട്ട് ബെറ്റർ ആണെങ്കിൽ കൂടിയും ഇവരുടെ റവന്യൂ ഫോർകാസ്റ്റ് എല്ലാം തന്നെ അത്ര പെർഫോമിംഗ് അല്ലാത്തത് കൊണ്ട് ഏകദേശം 4% ഒരു ഫോള് കണ്ടു. ഡിവിസ് ലാബിന്റെ റിസൾട്ട് വന്നു. അദാനി എനർജിയുടെ എല്ലാം തന്നെ റിസൾട്ട് വന്നു. വേൾപൂളിന്റെ എല്ലാം തന്നെ റിസൾട്ട് വന്നു. നമുക്ക് സ്റ്റോക്ക് ന്യൂസുകളിലെല്ലാം എല്ലാം തന്നെ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റിലും ഡോ ഫ്യൂച്ചർ ഉൾപ്പെടെ അല്ലെങ്കിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റിലും സ്ലൈറ്റ്ലി സെല്ലിംഗ് പ്രഷർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണുന്നുണ്ട്. US നിന്നും അവിടെ Q1 റിസൾട്ടുകളെല്ലാം തന്നെ അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്ലോബൽ മാർക്കറ്റ് കാണാൻ ഏറ്റവും താഴെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന FTSE UK മാർക്കറ്റ് നെഗറ്റീവാണ്. CAC 40 ഫ്രാൻസ് മാർക്കറ്റ് നെഗറ്റീവാണ്. ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് നെഗറ്റീവാണ്. പക്ഷേ ഇന്നലെ ഡാക്സ് ഒക്കെ ഇന്നലെ ഏകദേശം ഒരു 3% ഒരു പ്ലസ് പോയിരുന്നു. ഇന്ത്യ വിക്സ് ഇന്ന് 2.3% സ്പൈക്ക് ചെയ്ത് 16.3. ഇന്നലെയും ഇന്ത്യ വിക്സ് 5% സ്പൈക്ക് ചെയ്തിരുന്നു. പോൾ ടുഗദർ 2 ദിവസം കൊണ്ട് ഇന്ത്യ വിക്സ് ഓൾമോസ്റ്റ് 8% സ്പൈക്ക്. ഡോ ഫ്യൂച്ചർ കാണാൻ നെഗറ്റീവാണ്. നിക്കി ജപ്പാൻ മാർക്കറ്റ് പോസിറ്റീവ് ആയിരുന്നു. കൊറിയ നെഗറ്റീവാണ്. ചൈന ഫ്ലാറ്റ് ആണ്. ഓസ്ട്രേലിയ പോസിറ്റീവ് ആയിരുന്നു. ഗോൾഡ് 47% ഉയർന്ന് $3,335 എന്ന നിലയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റിൽ യൂറോപ്യൻ മാർക്കറ്റ് ഫ്ലാറ്റ് ആണ്. US ഫ്യൂച്ചർ ഫ്ലാറ്റ് ആണ്. ഇന്ത്യൻ മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് 7 ദിവസത്തെ റാലി ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് എന്നുള്ളൊരു തിയറിയിലേക്ക് നമുക്ക് എത്താം. അതല്ലെങ്കിൽ ഇപ്പോൾ പാകിസ്ഥാൻ അവിടുത്തെ ഇൻഡെക്സ് 2% അഥവാ 2500 പോയിന്റ് ഫോളായി. സർഫസ് ടു സർഫസ് മിസൈൽ അവർ പരീക്ഷിച്ചു എന്നുള്ള രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. എന്താണ് ഒരു ഫോളിന് കാരണമെന്നൊന്നും പറയാനായിട്ട് ഞാൻ ആളല്ല, മാർക്കറ്റാണ്. പലതരം റീസൺസ് ഉണ്ടായേക്കാം. പൊതുവെ മാർക്കറ്റിലുള്ള ന്യൂസുകൾ നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തുക എന്നുള്ളത് മാത്രമാണ് ചെയ്യുന്നത്. അല്ലാതെ ഈ ഒരു കാരണം കൊണ്ടാവാം മാർക്കറ്റ് ഫോളോ ചെയ്തത് എന്ന് പോലും പറയാനായിട്ട് ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല. അതെല്ലാം തന്നെ ഒരാളുകളുടെ ഇൻഡിവിജ്വൽ സെൻസ്, കോമൺ സെൻസ് അനുസരിച്ച് ഒരേ രീതിയിൽ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇതും ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല, സ്റ്റോക്കുകളുടെ വാർത്തകൾ മാത്രമാണ്. അദാനി എനർജി കമ്പനി Q4 റിസൾട്ട് വന്ന് നെറ്റ് പ്രോഫിറ്റ് 79% ഉയർന്നതായിട്ടുള്ള ന്യൂസ്. C&DLM കമ്പനി നെറ്റ് പ്രോഫിറ്റ് 36% ഉയർന്നതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. ടെക്കം കമ്പനി നെറ്റ് പ്രോഫിറ്റ് 76% ഇയർ ഓൺ ഇയർ ഉയർന്നു. 1167 കോടി രൂപ കരസ്ഥമാക്കി. ഭാരത് ഫോർജ് US അഡ്മിനിസ്ട്രേറ്റർ എല്ലാം തന്നെ അവിടുത്തെ ഹെവി ട്രക്ക് പാർട്സിനെല്ലാം തന്നെ ഇമ്പോർട്ട് താരിഫ് എല്ലാം തന്നെ ഇംപ്ലിമെന്റ് ചെയ്യുക
ആണ് ഭാരത് ഫോർജ് എന്നൊരു സ്ലൈറ്റ്ലി പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ACC കമ്പനി നെറ്റ് പ്രോഫിറ്റ് 20% ഫോൾ ആയിട്ടുണ്ട്. കമ്പനി 7.5 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. L&T ടെക്നോളജി കമ്പനി നെറ്റ് പ്രോഫിറ്റ് 9% ഫോൾ ആയി 311 കോടി രൂപ. കമ്പനിയും ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു, 38 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. സുപ്രീം ഇൻഡസ്ട്രീസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 350 നിന്ന് 294 പ്രോഫിറ്റ് സ്ലൈറ്റ്ലി കുറഞ്ഞു. മോർഫിൻ ലാബ് കമ്പനി 4 പുതിയ പ്രോഡക്റ്റ് അവർ ലോഞ്ച് ചെയ്തു. സ്റ്റോക്ക് ഏകദേശം 10% ഒരു റാലി നമ്മൾ കണ്ടു. നെസ്ലെ ഇന്ത്യ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 5% ഫോൾ ആയി. കമ്പനിയും 10 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. വാസ്കോൺ എഞ്ചിനീയറിംഗ് കമ്പനി 85 കോടി രൂപയുടെ ഒരു ഓർഡർ കിട്ടി. ഫോക്കസ് ലൈറ്റിംഗ് കമ്പനി 2 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ലുപ്പിൻ കമ്പനി ഇവരുടെ പുതിയ മെഡിസിൻ US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. HUL കമ്പനി നെറ്റ് പ്രോഫിറ്റ് എല്ലാം തന്നെ 4% ഒരു അപ്സൈഡ് ഉണ്ടായിരുന്നു. റവന്യൂ 2% അപ്സൈഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് HUL ഫോളോ ആവാനുള്ള കാരണം ഇവിടെ റവന്യൂ ഫോർകാസ്റ്റ് എല്ലാം തന്നെ സ്ട്രീറ്റ് എസ്റ്റിമേറ്റ് ഒത്തു വന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ഡാൽമിയ ഭാരത് കമ്പനി ഇവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉയർത്താനായിട്ട് കമ്പനി തീരുമാനിച്ചു ഇരിക്കുന്നുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. ഇനിയിപ്പോൾ കാലിക്കട്ട് നമുക്കൊരു ഇവന്റ് ഉണ്ട്. നമ്മുടെ ഇവന്റ് അല്ല, ആലിസ് ബ്ലൂ നടത്തുന്ന ഒരു ഇവന്റ് ആണ്. അപ്പോൾ അതിൽ ഫ്രീ ആയിട്ട് പുതിയതായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന ആളുകൾക്ക് ബേസിക് മാർക്കറ്റിന്റെ സ്ട്രക്ചർ, കമ്മോഡിറ്റി അല്ലെങ്കിൽ ഇക്വിറ്റി, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ അവിടെ പ്രസന്റ് ചെയ്യാനായിട്ട് വരുന്നത്. അപ്പം നമുക്ക് തമ്മിൽ കാണാം. കഴിഞ്ഞ കാലിക്കട്ട് ഈവന്റിൽ എൻ്റെ ഒരു സ്പീച്ച് 4:30 ആയിരുന്നു. പക്ഷെ ഇത് ഒരു വലിയ ഇവന്റ് അല്ല, ചെറിയൊരു ഇവന്റ് ആണ്. അപ്പോൾ ഇത് ഫ്രീ ആണല്ലോ, ഇത് ഫ്രീ ഇവന്റ് ആണ്. അപ്പോൾ എനിവേ താല്പര്യമുള്ള ആളുകൾക്ക് ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്, ബുക്ക് ചെയ്യാം, വരാം. താങ്ക് യു ഓൾ.